Good morning. Welcome to today's English class. So in the last class, we discussed about newspaper. Newspaper നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായത് എന്ന് മുതലാണെന്നും ന്യൂസ് പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളെ കുറിച്ചുമൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ന്യൂസ് പേപ്പറിൽ എങ്ങനെ നമുക്കൊരു പരസ്യം കൊടുക്കാം. ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്. How we can frame a newspaper advertisement. അതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യുവർ എക്സാമിനേഷൻ. എല്ലാ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം കൂടിയാണ്. അധികം ഇംഗ്ലീഷിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ചോദ്യം കൂടിയാണ് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് ആദ്യം പോവാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. അതിൽ നിങ്ങൾ ആക്ടിവിറ്റി നമ്പർ 2. Several advertisements are seen in newspaper. We come to know about various products through them. Look at the features of an advertisement. അതായത് ന്യൂസ് പേപ്പറിൽ പത്രങ്ങളിൽ വരുന്ന ചില പരസ്യങ്ങളിലൂടെയാണ് നമുക്ക് ചില സാധനങ്ങളെ പറ്റി അറിയാനും അതിൻ്റെ ഗുണങ്ങളെ പറ്റി അറിയാനും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അറിയാനുമൊക്കെ നമ്മളെ പത്രത്തിലുള്ള ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പരസ്യം കൊടുക്കുക എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച നമുക്കൊരു മൊബൈലാണ് നമ്മുടെ വിൽക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെലിവിഷൻ നമ്മുടെ കയ്യിലുള്ള നമുക്കൊന്ന് വിൽക്കണം. അങ്ങനെ നമ്മുടെയുള്ള സാധനം വിൽക്കാനായിട്ട് ഒരു പരസ്യം എങ്ങനെ നമുക്ക് ന്യൂസ് പേപ്പറിൽ കൊടുക്കാം. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ പരസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്യാച്ചി ടൈറ്റിൽ. അത് ഏറ്റവും ആദ്യം നമുക്കൊരു ടൈറ്റിലാണ് ആവശ്യം. ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ പത്രത്തിലുണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ പരസ്യം കൂടുതൽ അട്രാക്റ്റീവ് ആവണം, ഒരാൾ നോക്കുമ്പോഴേക്കും ആ പരസ്യത്തിലേക്ക് ഒരാളുടെ ദൃഷ്ടി എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിങ് തന്നെ വളരെ ക്യാച്ചി ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ വളരെ ബോൾഡ് ലെറ്ററിൽ അണ്ടർലൈൻ ചെയ്താണ് നമ്മൾ ഹെഡിങ് എഴുതുക. വളരെ നീറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കണം. ഒരു ബോക്സിലായിരിക്കണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എഴുതിയിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞു, ടൈറ്റിൽ ക്യാച്ചി ആയിരിക്കണം. ഇപ്പം നമ്മൾ ബൈസിക്കിളാണ് നമുക്ക് വിൽക്കാനുള്ളത്, ബൈസിക്കിൾ ഫോർ സെയിൽ. ടെലിവിഷൻ ആണെങ്കിലോ ടെലിവിഷൻ സെറ്റ് ഫോർ സെയിൽ അല്ലേ. മൊബൈൽ ആണെങ്കിലോ എ മൊബൈൽ ഫോൺ ഫോർ സെയിൽ. ഫ്രിഡ്ജ് ആണെങ്കിലോ എ 2 year യൂസ്ഡ് ഫ്രിഡ്ജ് ഫോർ സെയിൽ. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യം സെയിലിൻ്റെ സ്പെല്ലിംഗ് ആണ്. SAIL സെയിൽ എന്ന് എഴുതിയാൽ കപ്പൽ യാത്ര എന്നാണ് അർത്ഥം വരിക അല്ലേ. അപ്പം ആ സെയിലല്ല നമ്മളോട് ഉപയോഗിക്കുന്ന സെയില്, SALE സെയിലാണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അത്തരത്തിൽ നമ്മൾ വളരെ ക്യാപിറ്റൽ ലെറ്ററിൽ കുറച്ച് വലുതാക്കി നമ്മൾ ഹെഡിങ് എഴുതുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. നമ്മൾ ബോക്സ് ഓൾറെഡി നമ്മൾ വരയ്ക്കുന്നു. ഇനി വേറെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഇമോഷണൽ ലാംഗ്വേജ് ആയിരിക്കണം. അതായത് ആ പരസ്യം വായിച്ചു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലല്ലോ, ഈ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, എൻ്റെ വില അതിനോട് എൻ്റെ എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്ര വന്നിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളൊന്നും തിരക്കേടില്ല. അപ്പോൾ ഉപഭോക്താവിന് അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന് നമ്മുടെ ഈ പരസ്യം വായിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാനുള്ള ഒരു ഇത് തോന്നണം. അപ്പോൾ ആ തരത്തിലായിരിക്കണം നമ്മളതിൽ ഉപയോഗിക്കുന്ന ഭാഷയും. ലിമിറ്റഡ് വേർഡ്സ്. ഇനി ഒരു പാരഗ്രാഫ് തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എഴുതി കഴിഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് വാങ്ങിക്കാനായിട്ട് ഒരാൾ വരുമോ? ഇല്ല. വളരെ ലിമിറ്റഡ് വേർഡ്സ് ആയിരിക്കണം, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, എന്നാൽ വായിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുകയും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ അവരെ തൽപരരാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഷ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഒരു ചോദ്യം തന്നിരിക്കുന്നു. ഇമാജിൻ ദാറ്റ് യു ഹാവ് എൻ ഓൾഡ് ബൈസിക്കിൾ. യു വുഡ് ലൈക്ക് ടു സെൽ ഇറ്റ്. Prepare an advertisement to be given in a newspaper. Make use of the hints given below. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പഴയ സൈക്കിൾ നിങ്ങൾക്ക് വിൽക്കണം. അതിനനുയോജ്യമായ ഒരു പരസ്യമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ചില ഹിൻസുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഹ്യൂമർ ഉപയോഗിക്കാം. ദെൻ അപ്രോപ്രിയേറ്റ് ലേ ഔട്ട്. അതാണ് നമ്മൾ ബോക്സ് എന്ന് ടീച്ചർ പറഞ്ഞ ലേ ഔട്ട് ഉണ്ടായിരിക്കണം. ആൻഡ് പെർവേസീവ് ലാംഗ്വേജ്. ഒരു അതായത് നമ്മൾ ഒരാളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. മെറിറ്റ്സ് ഹൈലൈറ്റഡ്. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കണം. വെറൈറ്റി.
അതായത് മറ്റു പരസ്യങ്ങളിൽ നിന്നും നമ്മുടെ പരസ്യത്തിന് എന്തെങ്കിലും പ്രത്യേകത കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ലേഔട്ടിലാവാം, ലാംഗ്വേജിലാവാം, കൊടുക്കുന്ന പിക്ചറിലാവാം. ഓക്കെ. ദെൻ അഡ്വാൻസ് ടെക്നോളജി, നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇതിന് ഗിയർ സിസ്റ്റം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. സാധാരണ സൈക്കിളല്ല, ഇതിന് ഇത്ര ഗിയറുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സൈക്കിളിനെ പറ്റി കൂടുതൽ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും. LED ലൈറ്റ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. ദെൻ ക്രിയേറ്റിവിറ്റി, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ലേഔട്ടും ഒക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിക്ചേഴ്സ്, ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പിക്ചേഴ്സ് യൂസ് ചെയ്യാം. ഇമോഷണൽ ലാംഗ്വേജ്, നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരാളെ നമ്മൾ ഇത് വാങ്ങിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കിയാൽ അത് എങ്ങനെ ഉണ്ടാവുമെന്നാണ് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ബൈസിക്കിൾ ഫോർ സെയിൽ. എന്താണത്? ബൈസിക്കിൾ. ടീച്ചർ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. ലേഔട്ട് കണ്ടില്ലേ? നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് ലേഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ലേഔട്ട് ചെയ്യാം. ഇതൊരു സിമ്പിൾ ലേഔട്ട് ഉണ്ടായിരിക്കണം. വെറുതെ ഒരു പാരഗ്രാഫ് പോലെ നമ്മൾ എഴുതാനായിട്ട് പാടില്ല. ദറ്റ് ഷുഡ് ബി എ ലേഔട്ട്, ഇറ്റ് ഷുഡ് ബി ബോക്സ്ഡ്. മനസ്സിലായോ? ഇനി അതിന്റെ ഹെഡിങ് വേണമെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെഡിങ് ആണ്. നമുക്ക് ബൈസിക്കിൾ ആണ് ഇവിടെ വിൽക്കാനുള്ളത്, അതുകൊണ്ട് അതിന്റെ ഹെഡിങ് എങ്ങനെയായിരിക്കണം? ബൈസിക്കിൾ ഫോർ സെയിൽ. അങ്ങനെ ഹെഡിങ് എഴുതാം. ഇറ്റ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ബോൾഡഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അണ്ടർലൈൻഡ്. അത് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ദെൻ ഒരു സബ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു അല്ലെ. സ്ട്രോങ് അട്രാക്റ്റീവ്, സ്ട്രോങ്ങും അട്രാക്റ്റീവുമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ളത് എഴുതാം. ഹറി അപ്പ്, ടീച്ചർ വേറെ ഒന്നും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. വേഗം അല്ലെങ്കിൽ ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇതെല്ലാം നമുക്ക് സബ് ടൈറ്റിലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും. ഇപ്പൊ ലിമിറ്റഡ് ഓഫർ എന്നോ ഹറി അപ്പ് എന്നോ അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്ക്, എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സബ് ടൈറ്റിലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഹെഡിങ് കഴിഞ്ഞു, സബ് ഹെഡിങ് കഴിഞ്ഞു. ഇനി പിക്ചർ ഓഫ് എ ബൈസിക്കിൾ. അപ്പോൾ വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ, നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വരയ്ക്കുക തന്നെ വേണം. ഒരു ബൈസിക്കിളിന്റെ ചിത്രം വരയ്ക്കുക. അതിനുശേഷം അപ്പോൾ തീരെ വരയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സൈക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ടീച്ചർ സൈക്കിൾ വരച്ചിട്ടില്ല. അതിന് പകരം ടീച്ചർ പക്ഷെ എന്ത് ചെയ്തു? പിക്ചർ ഓഫ് എ ബൈസിക്കിൾ. ഈ ബോക്സിൽ ഇവിടെ വരേണ്ടിയിരുന്നത് ബൈസിക്കിളിന്റെ പിക്ചർ ആണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തീരെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ പിക്ചർ ഓഫ് എ ബൈസിക്കിൾ എന്ന് നിങ്ങൾക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 90% ഏറ്റവും നല്ലത് യു ഷുഡ് ഡ്രോ എ പിക്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിന്റെ പിക്ചർ വരയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് വരയ്ക്കാം. ടീച്ചർ ഒരു ടാഗ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു പ്രൈസ് ടാഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ലേഔട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് 2000 ഓൺലി, 2000 റുപ്പീസ് ഓൺലി എന്നൊക്കെ നമുക്ക് ഒരു വില നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇവിടെയാണ് പിന്നെ അടുത്ത പ്രാധാന്യം, ഇതിന്റെ ഫീച്ചേഴ്സ്. ഈ സൈക്കിളിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് കുറിച്ചിട്ടുള്ളത്. ഗുഡ് കണ്ടീഷൻ അല്ലെ, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. യൂസ്ഡ് ഓൺലി ഫോർ 3 years അല്ലെ. അത് നമുക്ക് ഏത് പ്രോഡക്റ്റിലും നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പൊ ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ദിസ് പ്രോഡക്റ്റ് യൂസ്ഡ് ഓൺലി 1 year എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്കിവിടെ എഴുതണം. ഇപ്പൊ യൂസ്ഡ് ഓൺലി 1 year യൂസ്ഡ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ യൂസ്ഡ് ഓൺലി 1 year. 3 year ആണ് തന്നിരിക്കുന്നതെങ്കിൽ യൂസ്ഡ് ഓൺലി 3 years അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഏത് പ്രോഡക്റ്റ് തന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഇനിയോ സ്ട്രോങ് ബോഡി ഗിയർ സിസ്റ്റം, അത് ഇതിന്റെ മാത്രം പ്രത്യേകതയാണ് അല്ലെ. സ്ട്രോങ് ബോഡിയാണ്, ഗിയർ സിസ്റ്റം ഉള്ള സൈക്കിളാണ്. അട്രാക്റ്റീവ് റീസണബിൾ പ്രൈസ്. ഈ റീസണബിൾ പ്രൈസ് എന്ന് പറയുന്നതും ഏത് അഡ്വർടൈസ്മെന്റിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മൾക്ക് എന്താ പറയുക, വളരെ മിതമായ നിരക്കിൽ എന്നർത്ഥത്തിലാണ് റീസണബിൾ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വാക്കാണ് പോക്കറ്റ് ഫ്രണ്ട്ലി. എന്താണ് പോക്കറ്റ് ഫ്രണ്ട്ലി? നമ്മുടെ പോക്കറ്റുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള, അതായത് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന എന്ന് നമ്മൾ പറയാറില്ലേ, ആ അർത്ഥത്തിൽ പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് നമുക്ക് എഴുതാം. അത് ഏത് പ്രോഡക്റ്റിൻ്റെയിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ ഗുഡ് കണ്ടീഷൻ നമുക്ക് ഏത് വേണമെങ്കിലും എല്ലാ അഡ്വർടൈസ്മെന്റിലും നമുക്ക് എഴുതാം. പിന്നെ യൂസ്ഡ് ഓൺലി, അത് എത്രയാ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. തന്നിട്ടില്ലെങ്കിലും നമുക്ക് യൂസ്ഡ് ഓൺലി 1 year 2 year എന്ന് നമുക്ക് ആഡ് ചെയ്യാം. റീസണബിൾ പ്രൈസ് അല്ലെങ്കിൽ പോക്കറ്റ് ഫ്രണ്ട്ലി, ഇതും ഏത് അഡ്വർടൈസ്മെന്റ് വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ ആ പ്രോഡക്റ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ 1 or 2 നമ്മൾ എഴുതി ചേർക്കണം. എഴുതാൻ മറക്കാൻ പാടില്ലാത്തത് കോണ്ടാക്ട് മീ, ഒരു ഫോൺ നമ്പർ കൂടി ആഡ് ചെയ്യണം. ഇത് കറക്റ്റ് ഫോൺ നമ്പർ ആവണമെന്നില്ല, നമുക്കൊരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു മെയിൽ ID നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. ഈ പരസ്യം കണ്ടു, നമ്മളിത് വാങ്ങാൻ ഉദ്ദേശിച്ചു, പക്ഷെ നമ്മൾ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്?
അപ്പോൾ കോണ്ടാക്ട് നമ്പർ നിർബന്ധമായും അഡ്വർടൈസ്മെന്റിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും അഡ്വർടൈസ്മെന്റിൽ കൊടുത്തിരിക്കണം. മിക്ക കുട്ടികളും മറക്കുന്ന ഒരു കാര്യവും ഈ കോണ്ടാക്ട് നമ്പറാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് ഫീച്ചേഴ്സൊക്കെ എഴുതുമ്പോൾ അവസാനം കോണ്ടാക്ട് നമ്പർ എഴുതാൻ മറക്കും. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ വായിച്ചു, വളരെ നല്ല പിക്ചർ അല്ലെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സ്, ഇത് ഞാൻ വാങ്ങിക്കാൻ തന്നെ ഉദ്ദേശിച്ചു, പക്ഷെ ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യും? അപ്പം അത് മറക്കരുത്. അപ്പം ഹെഡിങ് വേണം, സബ് ഹെഡിങ് വേണം, പിക്ചർ വേണം, ഫീച്ചേഴ്സ് വേണം, കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണം, പിന്നെ അനുയോജ്യമായ ലേഔട്ട്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് ആയി. ഇതെങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശരി. അപ്പോൾ ടീച്ചർ ക്ലാസ്സിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആൻസറോട് കൂടിയോ അല്ലെങ്കിൽ ആൻസർ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്ത് ഹോംവർക്കായിട്ടും ഒന്ന് തരാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഹോംവർക്കായിട്ട് 2 year used a Samsung mobile phone for sale. ചോദ്യം മനസ്സിലായോ? 2 വർഷം ഉപയോഗിച്ച ഒരു സാംസങ്, ഏത് മോഡലാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ക്യാമറ ഇത്ര മെഗാ പിക്സൽ ആണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ ഗൊറില്ല ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നോ, എന്താ പറയുക ആൻഡ്രോയിഡ് ഫോൺ ആണെന്നോ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മൊബൈലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇല്ലേ? അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പം എന്തായിരുന്നു ചോദ്യം? 2 year used a Samsung mobile phone for sale. അപ്പം അതിന് എന്ത് ഹെഡിങ്ങാ കൊടുക്കുക? എ മൊബൈൽ ഫോൺ ഫോർ സെയിൽ എന്ന് ഹെഡിങ് കൊടുക്കാം. അതേപോലെ ഹറിയം ലിമിറ്റഡ് ഓഫർ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സബ് ഹെഡിങ് കൊടുക്കാം. മൊബൈൽ ഫോണിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാം, പ്രൈസ് ടാഗ് ആഡ് ചെയ്യാം, ഫീച്ചേഴ്സ് എഴുതാം, കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹോംവർക്കായിട്ട് തന്നെ എഴുതിക്കൂടെ? അപ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ. ഇതും നിങ്ങൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇതും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കോപ്പി ചെയ്യണം. പിക്ചർ വരയ്ക്കാൻ പറ്റുന്നവർ ഇതേപോലെ ബോക്സിൽ വരയ്ക്കരുത്, തീർച്ചയായിട്ടും പിക്ചർ നിങ്ങൾ വരച്ച് ചേർക്കും. Hope you understood how to develop a newspaper advertisement. Okay, now take next page, the computer. Before starting the class, you can see a small diagram over there. ഇല്ലേ, ചെറിയൊരു ഡയഗ്രാം കാണുന്നില്ലേ മുകളിൽ? നമുക്കത് ചർച്ച ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് പോവാം. The limitations of the TV and the newspaper are mostly compensated for by the computer. The computer as well as the internet has brought the world closer. Here are the few headlines, read them. അതായത് നമുക്ക് ടി വിക്കാണെങ്കിലും ന്യൂസ് പേപ്പറിനാണെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളെല്ലാം നികത്തിയത് കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വരവോടുകൂടിയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെയും ഇൻ്റർനെറ്റിനെയും കുറിച്ചുള്ള ചില ന്യൂസ് പേപ്പർ ഹെഡിങ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് ഇറിഗേഷൻ സൂൺ ഇൻ ഇന്ത്യ. അതായത് ഇറിഗേഷൻ, ജലസേചനം കമ്പ്യൂട്ടർവൽക്കരിക്കുക. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ വിദ്യാഭ്യാസ രംഗം ആയിക്കോട്ടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു സ്ഥാപനം പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പോൾ കമ്പ്യൂട്ടർ ടു റെക്കോർഡ് ക്രൈംസ് അല്ലെ, സൈബർ ക്രൈംസ് അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡുകളെല്ലാം എന്താ പറയുക അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ഇന്ത്യൻ സെൻസസ്. നമ്മുടെ സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പിനും കമ്പ്യൂട്ടറിന്റെ കടന്നുകയറ്റമുണ്ട്. ബാങ്ക് വർക്ക് ടു ബി കമ്പ്യൂട്ടറൈസ്ഡ്. നമുക്കറിയാം ബാങ്കിൽ പോയി ഏറ്റവും ആദ്യം കാണുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് അല്ലെ. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് ബുക്കിംഗ് സിസ്റ്റം ഇൻ റെയിൽവേസ്. റെയിൽവേ ബുക്ക് എന്താ പറയുക, നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ വഴി ഇന്റർനെറ്റ് സഹായത്തോടു കൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും ബസ് ടിക്കറ്റ് വരെ നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വൈൽഡ് ലൈഫ് ഓൺ കമ്പ്യൂട്ടേഴ്സ് അല്ലേ, വൈൽഡ് ലൈഫ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. ഇന്റർനെറ്റിന് സഹായത്തോടു കൂടി എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് കാണാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുമായിട്ട് സാധിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഫോർ ഇലക്ഷൻ, അത് വലിയൊരു മാറ്റമായിരുന്നു അല്ലേ. ഇലക്ഷന് വേണ്ടി ഇലക്ട്രോണിക് എന്താ പറയുക മീറ്റർ ഉപയോഗിച്ചത്. ആദ്യം നമ്മൾ പേപ്പറിലായിരുന്നു വോട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നത്, അതും കമ്പ്യൂട്ടറൈസ് ചെയ്തു. നാഷണൽ നെറ്റ്വർക്ക് ഓഫ് പോലീസ് കമ്പ്യൂട്ടേഴ്സ് പ്രപ്പോസ്ഡ്. അതായത് പോലീസിന്റെ തന്നെ കംപ്ലീറ്റ് ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടു എയ്ഡ് ബെറ്റർ മിൽക്ക് സപ്ലൈ. മിൽക്ക് സപ്ലൈക്ക് വരെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. ദ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഫോർ വില്ലേജേഴ്സ്. അങ്ങനെ ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ചെറിയ കുടിൽ വ്യവസായം ചെയ്യുന്നവർക്ക് വരെ കമ്പ്യൂട്ടർ ലിറ്ററസി കൊടുക്കാനുള്ള തീരുമാനം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്കാണെങ്കിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ് അല്ലെ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതിന് ഒരുപാട് ലാംഗ്വേജുകളുണ്ട്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയും. അപ്പോൾ അതും കൂടി പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിനെ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ വരവോടുകൂടി നമ്മുടെ വിവിധ രംഗത്തുണ്ടായ മാറ്റങ്ങളാണ്. അത് സൂചിപ്പിക്കുന്ന ഹെഡിങ്ങുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് നേരെ പോവാം. ദ കമ്പ്യൂട്ടർ. The computer has become a part of the media only in recent years. In the 1960s and 70s, computers were mostly used by big companies and businessmen. Very few people could buy a computer to be used at home. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് കമ്പ്യൂട്ടറിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം നമ്മുടെ ഇന്ത്യയിലേക്കും കടന്നു കയറിയത്. 1960കളിലും 70കളിലുമാണ് കമ്പ്യൂട്ടർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗത്തിൽ വന്നത്. പക്ഷെ തുടക്കത്തിൽ വലിയ വലിയ കമ്പനികളും ബിസിനസ്മാനും അവരൊക്കെയാണ് സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നത്. വീട്ടിലേക്കായിട്ടൊരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ സംബന്ധിച്ച് വലിയ ചിലവേറിയ ഒരു കാര്യമായിരുന്നു. In the 1980s and 90s, there are an incredible growth in computer sale. Incredible, അതായത് വിശ്വസിക്കാനാവാത്ത ഒരു മാറ്റമാണ് കമ്പ്യൂട്ടർ രംഗത്തുണ്ടായത്. അതായത് 80കളിലേക്കും 90കളിലേക്കും കടന്നപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The popularity of the internet, the World Wide Web and the email have made computer inevitable in the modern world. അതായത് ഇമെയിലിന്റെ വരവോടുകൂടി വേൾഡ് വൈഡ് വെബ് WWW എന്ന് പറയുന്ന വെബ്സൈറ്റുകളുടെയൊക്കെ വരവോടുകൂടി കൂടുതൽ കമ്പ്യൂട്ടർ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വന്നത്. Have you ever thought about the advantages of the internet? ഇന്റർനെറ്റിന്റെ ഗുണങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? It helps millions of people to communicate with each other quickly and cheaply. വളരെ ചീപ്പായിട്ട്, വളരെ എക്കണോമിക്കലായി അല്ലെങ്കിൽ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയി, അതേപോലെ എളുപ്പത്തിലും നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സാധിക്കും. അല്ലെ, പണ്ട് ഇന്റർനെറ്റിലാണ് നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മൊബൈൽ ഫോണിലും നമുക്ക് ഒരാളായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കും. കാരണം മൊബൈലുകളിൽ ഇന്റർനെറ്റ് വന്നതിന് ശേഷം അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് ഒരുപാട് മാറ്റങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ രംഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. Moreover, it enables quick access to knowledge. ഏത് നോളേജ് ആണെങ്കിലും നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഗൂഗിൾ ചെയ്യാം എന്ന് നമ്മളിപ്പോൾ സാധാരണയായി പറയാറുണ്ട് അല്ലേ. നമ്മളത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മളത് ഗൂഗിളിന്റെ സഹായത്തോടു കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം ആ നോളേജ് നമ്മുടെ മുമ്പിലേക്ക് എത്തും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമുക്കൊരു നോളേജിന്റെ കാര്യം എളുപ്പത്തിൽ കിട്ടാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും നമ്മളെ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ തന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സെൻഡ് ചെയ്തു തരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പഠനം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നത് ഈ കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ വരവോടുകൂടിയാണ്. How did man come to invent the computer? എപ്പോഴാണ് ഒരു ഇൻവെന്റ് ചെയ്യാൻ, അതായത് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് മനുഷ്യന് ഒരു 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 എന്താ പറയാ ഒരു തോട്ട് ഉണ്ടായത്? Man learned to count long ago, but the first calculating device he invented seems to have been the abacus. ആദ്യം കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടോ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമായിരുന്നില്ല. കാൽക്കുലേഷന് വേണ്ടിയിട്ടായിരുന്നു, കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ കണക്ക് കൂട്ടുന്നതിന് വേണ്ടി ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു ഉപകരണം എന്ന് പറയുന്നത് അബാക്കസ് ആണ്. നിങ്ങൾ അബാക്കസ് കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് റോഡുകൾ, ഇരുമ്പിന്റെ റോഡുകളും അതിൽ ഒരുപാട് മുത്തുകളും ഒക്കെ ഉപയോഗിച്ച് അബാക്കസ് ട്രെയിനുകൾ കിട്ടിയ കുട്ടികളും ഒരുപാട് പേരുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്നറിയപ്പെടുന്നത് അബാക്കസ് ആണ്. ഡിവൈസ് ഹി ഇൻവെന്റഡ് സീംസ് ടു ഹാവ് ബീൻ അബാക്കസ്. ഇറ്റ് ഈസ് എ വുഡൻ ഫ്രെയിം. ഇനി അബാക്കസ് എന്താണെന്നാണ് പറയുന്നത്. അതൊരു വുഡൻ ഫ്രെയിം ആണ്, മരം കൊണ്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. വിത്ത് ഹോറിസോണ്ടൽ റോഡ്സ് വെയേഴ്സ് ക്യാരിയിങ് ബീഡ്സ്. മുത്തുകളോട് കൂടിയ കുറച്ച് അയൺ റോഡുകൾ ഈ വുഡൻ ഫ്രെയിമിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. The counting is done by moving the beads one by one along the roads wires. കൗണ്ടിങ് നടക്കുന്നത് ഈ മുത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടാണ് കൗണ്ടിങ് സാധ്യമാക്കിയിരുന്നത്. The first mechanical adding machine was made by Pascal in France and improved upon by Leibniz in Germany. ഇനി ആദ്യത്തെ മെക്കാനിക്കലാണ് ആദ്യം ഉണ്ടായത്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ടും വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല, മാൻമെയ്ഡ് പവർ കൊണ്ട് പ്രവർത്തിക്കുന്നത്. അതാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിക്കൽ ആയിട്ടില്ല കമ്പ്യൂട്ടർ. ഇപ്പോഴാണ് നമുക്ക് മൊബൈലിൽ നമുക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം, കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കലാണ്. മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ആഡിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് പാസ്കലായിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ള പാസ്കലാണ് ആദ്യമായിട്ട് ഒരു മെക്കാനിക്കൽ ആഡിംഗ് മെഷീൻ കണ്ടുപിടിച്ചത്. ആൻഡ് ഇംപ്രൂവ്ഡ് അപ്പോൺ ബൈ ലെബനസ് ഇൻ ജർമ്മനി.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്രൂവ്ഡ് വേർഷൻസ് ഒരുപാട് വരും. ആദ്യം ഒരു കാര്യം കണ്ടുപിടിക്കുന്നു, അതിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി അടുത്ത വേർഷൻ ഇറക്കുന്നു, അല്ലേ? നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു മൊബൈൽ ഫോൺ, ആദ്യം നമുക്ക് സ്ക്രീനിൽ ചെറിയൊരു മൊബൈൽ ഫോണായിരുന്നു. അതിനുശേഷം സ്ക്രീനിന്റെ വലിപ്പം കൂടി, അതിന്റെ സൗകര്യങ്ങൾ കൂടി, അങ്ങനെ ഇപ്പോഴും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ആദ്യത്തെ മെഷീൻ ഉണ്ടാക്കിയത് പാസ്കലാണ്. പാസ്കലിന്റെ ആ ഒരു മെക്കാനിക്കൽ ഡിവൈസിനെ ലെബനിസ് ഇംപ്രൂവ് ചെയ്ത് പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. And it was Charles Babbage of England who made the first calculating machine called the difference engine in 1822. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ചാൾസ് ബാബേജ് ആണ് 1822 അദ്ദേഹത്തിന്റെ ഡിഫറൻസ് എഞ്ചിൻ എന്ന് പേരിട്ടിട്ടുള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ പുറത്തിറക്കുന്നത്. അതൊരു കാൽക്കുലേറ്റിംഗ് മെഷീൻ തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ അല്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഒരു മാതൃക എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയത് ചാൾസ് ബാബേജ് ആയിരുന്നു. Later he designed the even more powerful analytical engine but could not get it made. Its basic design is remarkably similar to the modern electronic computer. അതായത് അതിനുശേഷം അദ്ദേഹം വീണ്ടും പവർഫുൾ ആയിട്ടുള്ള ഡിഫറൻസ് എഞ്ചിന് ശേഷം അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മുഴുവനാക്കാനായിട്ട് സാധിച്ചില്ല. ബട്ട് കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ് മെയ്ഡ്. ബേസിക് ഡിസൈൻ, പക്ഷേ ഈ അനലിറ്റിക്കൽ എഞ്ചിന്റെ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനോട് ഒരുപാട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ചാൾസ് ബാബേജിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ചാൾസ് ബാബേജ് ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ മാതൃക നിർമ്മിച്ചത്. 1822 അദ്ദേഹത്തിന്റെ നിർമ്മിച്ച കമ്പ്യൂട്ടറിന്റെ പേരായിരുന്നു ഡിഫറൻസ് എഞ്ചിൻ. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അതിന്റെ ബേസിക് ഡിസൈൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിനോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെ നമ്മൾ ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ട് പരിഗണിക്കുന്നത്. The processing of data with mechanical machines started with in 1890s US census. It was done with punched cards and tabulating machines. അതായത് നമ്മൾ ഈ മെക്കാനിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ടാബുലേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് കണക്കൂട്ടലെല്ലാം നടത്തിയിരുന്നത് എങ്ങനെയാണ്? പഞ്ച്ഡ് കാർഡ്സും ടാബുലേറ്റിംഗ് മെഷീൻസും ഉപയോഗിച്ചിട്ടാണ്. ഒരുപാട് പഞ്ച്ഡ് കാർഡുകളും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കീസ് പോലെ ആയിരുന്നില്ല, പഞ്ച്ഡ് കാർഡുകൾ, അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങളാണ് പറയുന്നത്. ടാബുലേറ്റിംഗ് മെഷീൻസ് ഡിസൈൻഡ് ആൻഡ് മെയ്ഡ് ബൈ ഹെർമൻ ഹോളറിത്ത്. അത് ഉണ്ടാക്കിയത് ഹെർമൻ ഹോളറിത്ത് ആണ്. ലേറ്റർ ദീസ് മെഷീൻസ് കെയിം ടു ബി യൂസ്ഡ് ഇൻ ബിസിനസ്, ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെന്റ് പ്രോസസിംഗ് ഡാറ്റ. ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഒരു കാൽക്കുലേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വിവരങ്ങൾ അല്ലെങ്കിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഹെർമൻ ഹോളറിത്ത് ആണ്. അത് പിന്നീട് പ്രചാരത്തിൽ വന്നു, ഒരുപാട് യൂസ് അതിനുണ്ടായി. ബിസിനസ്സുകാരും ഗവൺമെന്റ് പർപ്പസിന് വേണ്ടി ആ തരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഇൻഡസ്ട്രി ആൻഡ് ദ ഗവൺമെന്റ് ഫോർ പ്രോസസിംഗ് ഡാറ്റ. ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് വർ മേഡ് ഇൻ ദ ലേറ്റ് 40s ഇൻ ദ USA. 1940കളിലാണ് USA ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അത് USA, ജർമ്മനി ആൻഡ് ഇംഗ്ലണ്ട്. US-ലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമായിട്ടാണ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ വരവ്. ENIAC made in the USA is the best known among these first generation computers. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് ജനറേഷൻ, ഒരുപാട് ജനറേഷനുകളുണ്ട്. അത് ആദ്യത്തെ കമ്പ്യൂട്ടർ ഫസ്റ്റ് ജനറേഷൻ, അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്ന രണ്ടാമത്തെ ജനറേഷൻ, മൂന്നാമത്തേത്, നാലാമത്തെ ജനറേഷനാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് US-ൽ നിർമ്മിച്ച ENIAC എന്ന ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ENIAC. അത് ഉണ്ടാക്കിയത് USA-ലാണ്. ഇനി the invention of the transistor in 1948 led to the making of the second generation machines in the 50s. എന്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ വരവ്? ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാക്കിയത്. ട്രാൻസിസ്റ്ററുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? റേഡിയോയിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ. അപ്പൊ ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടി 1948 ട്രാൻസിസ്റ്ററുകൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ വരവോടുകൂടി 1950കളോട് കൂടി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ രംഗത്ത് വന്നു. Then came the third generation in the 60s. 50കളിൽ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ 60 തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വന്നു. മെഷീൻസ് യൂസിങ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അത് എന്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്? സർക്യൂട്ടുകൾ, അല്ലെ? പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് സർക്യൂട്ട് ഉണ്ടാക്കുന്ന നിങ്ങൾ അറിയാൻ പറ്റും, അല്ലെ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വന്നു.
Then, the invention of the microprocessor in 1971 brought the fourth generation. മൈക്രോപ്രോസസറിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് എന്ത് വന്നത്? ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വന്നത്. അതായത് ചിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ സിമ്മൊക്കെ ചെറിയ ചിപ്പുകളാണ്, ചെറിയ ചെറിയ പച്ച കളറിൽ കണ്ടിട്ടില്ലേ? ആ മൈക്രോ പ്രോസസറിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വന്നത്. With each new generation, computers have become more powerful, more reliable, smaller in size and cheaper. ഓരോ ജനറേഷൻ കഴിയും തോറും കമ്പ്യൂട്ടറിന്റെ വലിപ്പം കുറഞ്ഞു വന്നു, അതേപോലെ തന്നെ അതിനുള്ള ചെലവും കുറഞ്ഞു വന്നു, അത് വാങ്ങിക്കാനുള്ള പൈസ കുറഞ്ഞു, അതേപോലെ അത് ഫാസ്റ്റായി നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലേക്ക് കമ്പ്യൂട്ടേഴ്സ് മാറി. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്. 4 ജനറേഷൻ പറഞ്ഞു. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇനിയാക് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ എന്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്? സെക്കൻഡ് ജനറേഷൻ മെഷീൻസ് ഇൻ 50s അല്ലെ? സെക്കൻഡ് ജനറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി സെക്കൻഡ് ജനറേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 60s വന്നു അല്ലെ? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ വന്നപ്പോൾ ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസറിന്റെ വരവോടുകൂടി ഫോർത്ത് ജനറേഷൻ വന്നു. ഇനി ദ ഫിഫ്ത്ത് ജനറേഷൻ പ്രോമിസ്ഡ് ബൈ ദ ജപ്പാനീസ് ഈസ് യെറ്റ് ടു കം. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളാണ്. അത് ജപ്പാൻകാരാണ് അത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. The fifth generation computers will be capable of reasoning and decision making just like human beings. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റോബോട്ടുകളെ പോലെ, മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള റോബോട്ടുകളെ പോലെയുള്ള കമ്പ്യൂട്ടറുകളായിരിക്കും ഫിഫ്ത്ത് ജനറേഷൻ എന്നാണ് പറയുന്നത്. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദം? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? നോട്ട് ദം ബിലോ. അപ്പോൾ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ വന്നാൽ നമ്മൾ ഇന്നത്തെ ഈ സാഹചര്യത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ റോബോട്ടുകൾ നമ്മുടെ രംഗത്ത് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? നമ്മുടെ കടകളിലെ റോബോട്ടുകളായിരിക്കാം. മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തരത്തിലുള്ള റോബോട്ടുകളല്ലേ പറയുന്നത്? അതിനാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് മാറ്റമാണ് സംഭവിക്കുക? നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ എന്ന പാഠഭാഗത്തിന്റെ ഒരു ഗ്രാഫിക് ഓർഗനൈസർ, വേർഡ് വെബ് ഒന്ന് നോട്ട് ബുക്കിൽ തയ്യാറാക്കി വെക്കുക. നല്ലപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. Okay, hope you understood today's class. Thank you.